നമ്മൾ യൂട്യൂബിൽ ഒരു ചാനലിൽ ഒരു കണ്ടൻറ്റ് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ പേരോ സ്ഥലമോ ആ വ്യക്തിയെയോ നമ്മൾ മെൻഷൻ ചെയ്യാതിരുന്നാൽ പോലെയല്ലേ. അപ്പോൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലല്ലേ അത് തെറ്റുള്ളൂ. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമുക്കിരുന്ന് വന്ന് പറഞ്ഞുകൂടെ? അതിലെന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ? എനിക്കതിലൊരു തെറ്റും കാണുന്നില്ല. ഞാൻ ആ വ്യക്തിയെ പറയുന്നില്ല, ആ ആളെവിടുത്തെയാണെന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ശത്രുക്കൾ 3 ഉള്ളൂ വീട്ടിനകത്ത്. ഇപ്പോൾ പുറത്ത് 2 ശത്രുക്കൾ. അത് വമ്പൻ ശത്രുക്കളായിപ്പോയി. അപ്പോൾ പുറകിൽ നിന്ന് കുത്തുമെന്ന് പറയില്ലേ. എന്നെ വിളിച്ചിട്ട് പറയുന്നു എന്നോട്, നീ ഇട്ട വീഡിയോ റിമൂവ് ചെയ്ത് കളയണം. ഞാൻ പറഞ്ഞു, എന്തിനെ? അത് എന്നെക്കുറിച്ചാണ്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന്. അല്ല, നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ആരെന്നറിയോ? നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെ അറിയും. ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിനകത്ത് 3 ശത്രുക്കൾ എനിക്കുണ്ട്. ആ 3 വരെ നിങ്ങൾക്ക് അറിയോ? അറിയില്ല. പിന്നെ പുറത്തുള്ള 2 ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്കറിയോ? അറിയില്ല. നിങ്ങളീ കാണുന്നത് നിങ്ങളാരെന്ന് പോലും എന്നെ അറിയില്ല. നിങ്ങൾക്ക് എന്തോ ഇഷ്ടം തോന്നിയിട്ടാവണം എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്, എൻ്റെ വീഡിയോസ് കണ്ടേക്കുന്നത്. അത് ചിലപ്പോൾ എൻ്റെ കഴിവായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. അതൊക്കെ എനിക്ക് ദൈവം തരുന്ന ഗിഫ്റ്റ് ആയിരിക്കണം നിങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. പലരും വീഡിയോസ് ഇട്ടിട്ട് ആരും കാണാതെ പോകുന്നുണ്ട്. എനിക്കതിൽ എൻ്റെ കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. എനിക്കങ്ങനെ വലിയ കഴിവുകളൊന്നും എനിക്കില്ല. കഴിവുകളുള്ള വ്യക്തിയുമല്ല. ഞാൻ അതിൽ അഹങ്കരിക്കുന്ന ആളുമല്ല. പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ അത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മളെന്തും പറയും അല്ലേ. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, വീഡിയോ ഡിലീറ്റ് ആക്കണം, ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ ആ വ്യക്തി ഓർക്കുന്നില്ല, എന്നെ വേദനിപ്പിച്ച സമയത്ത്, ഞാൻ ബോധം കെട്ട് വീണ സമയത്ത് എനിക്ക് എന്തൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളത്. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ അന്നത്തെ പിന്നെ ഹോസ്പിറ്റലിൻ്റെ പിന്നെ റെക്കോർഡിങ്ങിൽ ആ പേരുകൾ വരും, കാരണങ്ങൾ വരും. അപ്പോൾ വെറുതെ ഞാനായിട്ട് ഒരാളെയും ദ്രോഹിക്കണ്ട, പോട്ടെ. അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാവരോടും കാണിക്കുന്നത്. വെറുതെ നിസ്സാര കാര്യങ്ങളല്ലേ, വെറുതെ ചുമ്മാ എന്തിനാ ഇതുങ്ങളെയൊക്കെ എന്തോ കാണിച്ചോട്ടെ. നിങ്ങളൊക്കെ മറ്റേ ഓലപ്പാമ്പ് കാണിച്ചിട്ട് പേടിക്കുന്നവരല്ലേ. പാമ്പിനെ കണ്ടാൽ പോലും പേടിയില്ലാത്ത ഞാനാണ് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരുന്നത്. ഒന്നുമില്ല. ശത്രുതയെന്ന് വെച്ചാൽ ഞാൻ നന്നായി പോകുന്നു, ഞാൻ നന്നാവുന്നു, ഞാനൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ നന്നാവുന്നത് എൻ്റെ കുറ്റമാണ്. ദൈവം എനിക്ക് തരുന്നത്, ഓരം തരുന്നതും എനിക്ക് ലക്ക് തരുന്നതും. അതിനനുസരിച്ച് ദൈവം ഞാൻ പറയാം, എനിക്ക് 99% ഞാൻ ഹാപ്പിയാണ്. 99% എനിക്ക് ദൈവം ലക്ക് തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ 1% എനിക്ക് കുറവുണ്ട് ലൈഫിൽ. അത് ആർക്കും അറിയാത്ത സത്യങ്ങളാണ്. അത് ഈ 2 പേർക്കും ഈ 5 പേർക്കും അറിയാം. എവിടെയാണ് എൻ്റെ വീക്ക് പോയിൻ്റ് എന്നറിയാം. എവിടെ തൊട്ടാലാണ് ഞാൻ വീണ് പോകുന്നതെന്നറിയാം. അപ്പോൾ മനഃപൂർവ്വം ഇപ്പോൾ സുഖമില്ലാണ്ടിരിക്കുന്ന ഒരാളെ വിഷമിപ്പിച്ചാൽ ആൾ തലചുറ്റി വീഴുമെങ്കിൽ നമ്മൾ തീർച്ചയായും ആളെ വേദനിപ്പിക്കുകയോ? ഇല്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെയുള്ള ആളെ ഞാൻ ചേർത്ത് നിർത്തേ ചെയ്യലുള്ളൂ. എന്നെ അങ്ങനെ ചെയ്തിട്ട് കൂടി ഞാൻ മിണ്ടാണ്ട്, ഞാൻ സകല കൺട്രോളും എടുത്തിട്ട് ഞാൻ മിണ്ടാതിരുന്ന കൂട്ടത്തിലാണ്. പക്ഷേ വീണ്ടും എന്നെ അറ്റാക്ക് ചെയ്യുന്നു. കാരണം എനിക്കിപ്പോൾ 2 ഷോ ഉണ്ട്. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ലേ, വേറെയും കുറേ ലൈഫിൽ എനിക്ക് ലക്ക് ദൈവം കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോടും പറഞ്ഞു, പലതും ഞാൻ പറയില്ല, പക്ഷേ വരട്ടെ, സക്സസ് ആയി തീരുമ്പോൾ ഒക്കെ പറയാം. അപ്പോൾ ഇവരെന്തിനാ ആദ്യ പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഭാഗ്യം വരുന്നതിന് ഇവരെന്തിനാ ആദ്യ പിടിക്കുന്നത്?
ഇതിപ്പോൾ ഒരു സ്കൂളിൽ പിന്നെ കുറേ കുട്ടികൾ നല്ല ടോപ്പ് പഠിക്കുന്ന കുട്ടികൾ, അതിൽ ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടി സക്സസ് ആയാൽ എന്തിനാ അതിൽ അസൂയ കാണിക്കണേ? ഇവർ സക്സസ് ആവട്ടെ, സക്സസ് ആകുന്നവർ സക്സസ് ആവട്ടെ എന്ന് ചിന്തിക്കണം. എനിക്കിപ്പോൾ ആര് സക്സസ് ആയാലും എനിക്കൊന്നുമില്ല. അത് അവരുടെ വീട്ടിലല്ലേ നേട്ടമുള്ളൂ, എനിക്ക് നേട്ടമുണ്ടോ? ഇല്ല. ഞാൻ ആ വഴിക്കേ നോക്കലില്ല. എന്നെ വിളിച്ചൊരു ഹെൽപ്പ് ചോദിച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. പണ്ട് ഞാൻ ഓവർ ഹെൽപ്പായിരുന്നു. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനും ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യാറില്ല. നോക്കിയും കണ്ടും ആവശ്യമുണ്ടോ എന്നറിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാറുള്ളൂ. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ചാടി ഓടി നടന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ശത്രുക്കളെ വിളിച്ച് വരുത്താവുന്നേ ഉള്ളൂ. ഒരാൾ പൈസ ചോദിച്ചു, നിങ്ങളിൽ ഇരുന്ന പൈസ മൊത്തം എടുത്ത് കൊടുത്തു. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് തിരിച്ച് അയാൾ തന്നില്ല എങ്കിൽ എന്താവും? നിങ്ങൾ ശത്രുക്കളാവും ഇല്ലേ? അവിടെ ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ കൊടുക്കാം, കിട്ടില്ല എന്ന് വിചാരിച്ച് മാത്രം കടം കൊടുക്കുക. ഞാനെപ്പോഴും കൊടുക്കൽ അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു, കിട്ടായികയുണ്ട്. അതുകൊണ്ട് നല്ല പണികളൊക്കെ കിട്ടിയോണ്ട് ഇപ്പോൾ ആര് ചോദിച്ചാലും നോ, ഇല്ല തന്നെ പറയും. കാരണം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ കയ്യിലില്ല എന്ന് തന്നെ പറയും. എൻ്റെ അടുത്തില്ല ആ ഒരു വാക്ക് പറഞ്ഞ് ഞാനങ്ങ് മാറും. എൻ്റെ വീട്ടുകാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല. ഇപ്പോൾ ഒരു വയസ്സായ ഒരാളെ കണ്ടു എന്ന് വെച്ചോ, ഞാൻ കൊടുക്കും. ഞാനൊരിക്കൽ ബസ്സിൽ പോയപ്പോൾ ഒരു അമ്മ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നു, അവർക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാനെന്താക്കി, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. കയ്യിലന്ന് എത്രയോ അവർക്ക് 100 രൂപ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലന്ന് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീട് വരെ എത്തണമെങ്കിൽ ബസ്സിന് പൈസ വേണം. അപ്പം ഞാനെന്താക്കി, ആ പൈസ അവർക്ക് കൈ കൊടുത്തിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ വീട്ടിൽ പോയി. എനിക്ക് വീട് വരെ എത്തണമെങ്കിൽ 350 രൂപ കൊടുക്കണം. അല്ല, അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറയുന്നതല്ല. പിന്നെ അതുപോലെ എനിക്ക് ഈ ചുണ്ടിലൊരു ആക്സിഡൻറ്റ് പറ്റി, ഇത് പറയണമെന്ന് വിചാരിച്ചതാണ്.